അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫ്ള് പരീക്ഷ അടുത്തിരിക്കുകയാണല്ലോ. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള സൂറത്തുൽ ഹജ്ജിലെ ആയത്തുകൾ നോക്കി പാരായണം ചെയ്യാനുള്ളതാണ്. അത് നോക്കി ഓതുക എന്നുള്ളതാണ്. അവിടെ തജ്വീദിൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ച നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം. സാക്കിന നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ, അതുപോലെ സാക്കിന മീമിൻ്റെ വിധികൾ, മദ്ദുകൾ, അതുപോലെ തർക്കീഖുറാ, തഫ്ഖീമുറാ, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് നോക്കി ഓതേണ്ടത്. ഇനി ഹിഫ്ളിൻ്റെ ഭാഗത്തിലേക്ക് നോക്കിയാൽ അവിടെ യാസീനിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലും കാണുന്നത്. ഒന്നാമത്തെ കണ്ടോ, ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം, അവിടെ നിർത്തിയിട്ട് പിന്നെ ഫഹും ലാ യബ്സിറൂൻ വരെ എന്ത് ചെയ്യണം, ഓതി കൊടുക്കണം. അപ്പോൾ യാസീനിൽ നിന്നാണ് ഒരു ചോദ്യം. പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഹിഫ്ള് പഠിക്കാനുള്ളത് തജ്വീദുൽ ഖുർആൻ്റെ ബാക്ക് സൈഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. യാസീനിലെ പകുതി ഭാഗമുണ്ട്. ഉൽഖമറ ഖദ്ദർനാഹു, അവിടുന്ന് യാസീന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഹദ്ദാദ് റാത്തിബ് പകുതി ഭാഗം നമ്മൾ ഒന്നാം ടൈമിൽ പഠിച്ചു. സെക്കൻഡ് ടൈമിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഫാത്തിഹ വിളിക്കുന്നതും കുറച്ച് ദിക്റുകളും ഒക്കെ കൂടായിട്ട്. അപ്പോൾ അത് അവിടെ നോക്കി പഠിക്കണം. അതുപോലെ മയ്യത്തിന് വേണ്ടി ചൊല്ലുന്ന ദുആ, തൽഖീനി, തസ്ബീത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ തജ്വീദിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അവിടെ നിന്നൊക്കെ ചോദ്യം വരാം. അതിൽ നിന്ന് ഏത് രീതിയിലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കൂടുതൽ ചോദ്യങ്ങളും ഇവിടെ 7 ചോദ്യങ്ങളും വന്നിട്ടുള്ള യാസീനിൽ നിന്നാണ്. അപ്പോൾ യാസീൻ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ ഡാഷ് ഫഇദാഹും മുസ്ലിമൂൻ വരെ ഓതി കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ വയഖൂലൂന മതാ ഹാദൽ വഅദു ഡാഷ് ഇലാ അഖ്ലിഹിം യർജിഊൻ വരെ. പിന്നെ ഫൽയൗമ ലാ തുസ്ലമു നഫ്സുൻ ഷൈഅൻ, ഇതുവരെ ഉസ്താദുമാർ ഓതി തരും. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഉസ്താദുമാർക്ക് ഓതി കൊടുക്കണം. അങ്ങനെ 7 വരെ വന്നിട്ടുള്ളത്, പിന്നെ 7 വരെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് യാസീൻ സൂറത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ കാണുന്നത് മയ്യത്തിലെ ദുആ ആണ് ഒന്ന് വന്നിട്ടുള്ളത്. 8ാമത്തേതായിട്ട് വ അബ്ദിൽ ഹുദാറൻ ഖൈറൻ, വ അബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വ അഖ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വ സൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദുആ ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മുടെ തജ്വീദിൻ്റെ ബാക്കിലുണ്ട്. അതേപോലെ ഫിഖ്ഹിൽ നമ്മൾ പഠിച്ചതാണ്. അതാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇനി 9ാമത്തെയും 10ാമത്തെയും ചോദ്യം ഹദ്ദാദിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഹദ്ദാദിൽ 9ാമത്തെ ചോദ്യം എന്താ, യാ കവിയു യാ മതീൻ ഡാഷ് ഷർറൽ മുഅ്ദീൻ, യാ കവിയു യാ മതീൻ ഇക്ഫി ഷർറൽ മുഅ്ദീൻ എന്നെന്ത് ചെയ്യണം, ഫുള്ളായിട്ട് ചൊല്ലിക്കൊടുക്കണം. 10ാമത്തെ എന്താ, യാ ഫാരിജൽ ഹമ്മി, യാ ഫാരിജൽ ഹമ്മി അവിടെ നിർത്തി. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫുൽ ഹമ്മി ആമൽ അബ്ദിഹി യഗ്ഫിർ വയർഹം അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖത്വായ. അപ്പോൾ അത് 2 ദിക്റുകൾ ചൊല്ലാണ്ട് യാ ഫാരിജൽ തുടങ്ങിയിട്ട് മിനൽ ഖത്വായ വരെ എന്ത് ചെയ്യണം, ചൊല്ലിക്കൊടുക്കണം. അതുപോലെ തന്നെ അദ്ദാദിൽ നിന്ന് ഫാത്തിഹ വിളിക്കുന്ന ഭാഗങ്ങളുണ്ട്, തൽഖീനുണ്ട്, അത് തസ്ബീത്ത് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം, നോക്കി വെച്ചിരിക്കണം. കാരണം അവിടെ നിന്നൊക്കെ അതൊക്കെ നമുക്ക് ഹിഫ്ളിലുള്ള ഭാഗങ്ങളാണ്. തജ്വീദുൽ ഖുർആൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ കറക്റ്റായിട്ട് അതൊക്കെ എന്ത് ചെയ്യും, മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് അവിടെ നോക്കിയിട്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.